പോയ ആൾക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കും, ഉറപ്പാ. വീടും കൊടുക്കും, സ്ഥലം കൊടുക്കും. ഞങ്ങൾക്ക് എന്താ തരിക? ഞങ്ങൾക്ക് എന്താ കിട്ടുക? ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഏലവയൽ ബസ് സ്റ്റോപ്പ് മുതൽ ഇവിടം വരെ നടന്നു വരിക. രണ്ട് സൈഡിൽ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയുണ്ട്. ഓരോ വണ്ടിയിൽ 3 ആൾക്കാർ വീതമുണ്ട് ഇരിക്കണേ, പൊതിച്ചോറും തിന്നിട്ട്. ഇവര് കുറ്റം പറയല്ല, ഇവര് പോയിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യട്ടെ. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഇവിടെ നല്ല നല്ല സംഭവങ്ങളുണ്ട്. അത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് വരണം. അതിനൊക്കെ നാശാവുന്ന സാധനങ്ങളുണ്ട്. മറ്റന്നാളും അതിന്റെ വിറ്റുന്ന ആൾക്കാർ വന്നിട്ട് കടയിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇവിടുന്ന് മേപ്പാടിക്ക് സാധനം മേടിക്കാൻ വേണ്ടി പോയി എൻ്റെ അടുത്ത് എൻ്റെ ആധാർ കാർഡ്, എൻ്റെ ID കാർഡ്, എൻ്റെ മറ്റേ കാർഡ്, എൻ്റെ മറിച്ചേ കാർഡ് എല്ലാം ചോദിക്കുക. നമസ്കാരം. ദുരന്തമുഖത്ത് ദുരന്തം സൃഷ്ടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്നലെ മേപ്പാടി സന്ദർശിച്ച് മടങ്ങിയത്. അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞു, അതായത് ഇവിടേക്ക് ആരും ഒന്നും അയക്കണ്ട, ഇവിടെ ദുരന്തമുഖത്തേക്ക് ആരും ഒരു സഹായവും എത്തിക്കണ്ട, നേരെ പിണറായി വിജയൻ എത്തിക്കാനാണ് പറഞ്ഞത്. ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടേക്ക് പലതരത്തിലുള്ള വസ്തുക്കളുമായി പുറപ്പെടാൻ തയ്യാറായി നിന്ന സംഘങ്ങളെ പോലീസ് തടയുകയുണ്ടായി. വയനാട്ടിലേക്ക് കയറാൻ സമ്മതിക്കാതെ കണ്ണൂരിലും കോഴിക്കോടും മലപ്പുറത്തുമെല്ലാം വഴി തടഞ്ഞിരിക്കുകയാണ്. അവരെ നിരവധി വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുകയാണെന്നുള്ള വാർത്ത വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇവിടത്തെ ജനങ്ങൾ തന്നെ പോലീസിനോട് തട്ടിക്കയറുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്? നിങ്ങൾക്കൊന്ന് ഒഴിഞ്ഞു പോയിക്കൂടെ, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ തട്ടിക്കയറുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഈ ദുരന്തമുഖത്ത് ഇനി ജീവിക്കേണ്ടത് ഞങ്ങളാണ്. മരിച്ചുപോയവർക്ക് എന്തൊക്കെയോ സഹായം കൊടുക്കുമെന്ന് പറയുന്നു. ആർക്കാണ് അവർക്ക് കിട്ടിയത്? എന്തായാലും മരിച്ചുപോയില്ലേ, പക്ഷെ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ അനുവദിക്കണം. ഞങ്ങളെ കയ്യിലൊന്നും 5 നയാ പൈസയില്ല, ഇവിടെ കടകൾ തുറക്കുന്നില്ല, ദൂരെ പോയിട്ട് വേണം സാധനങ്ങൾ മേടിക്കാൻ. അങ്ങനെ അവർ പൊട്ടിത്തെറിക്കുന്നതിന് ഞെട്ടിക്കുന്ന രംഗങ്ങളാണ് ഈ സമയത്ത് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കൊന്ന് കേൾക്കാം. പോയ ആൾക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കും, ഉറപ്പാ. വീടും കൊടുക്കും, സ്ഥലം കൊടുക്കും. ഞങ്ങൾക്ക് എന്താ തരിക? ഞങ്ങൾക്ക് എന്താ കിട്ടുക? ഞങ്ങൾ നാട് നന്നാക്കും. വേണ്ട, ഞങ്ങൾക്ക് പോലീസ് ആരും വേണ്ട. നിങ്ങൾ അവിടെ പോയിട്ട് ഇവിടെ ക്യാമ്പിൽ എന്താക്കി എന്ത് ചെയ്തു കൊടുക്കി? പോലീസ് കാണിച്ചാ നമ്മള് ഇവിടെ കിടക്കാം. ഒരു ബോഡി പോലീസ് കാണിച്ചാൽ പോലീസുകാർ വേണ്ട ഇവിടെ. ഈ നാട്ടുകാർ 2018 ഉരുളുപൊട്ടിച്ചല്ലേ. ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഏലവയൽ ബസ് സ്റ്റോപ്പ് മുതൽ ഇവിടം വരെ നടന്നു വരിക. രണ്ട് സൈഡിൽ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയുണ്ട്. ഓരോ വണ്ടിയിൽ 3 ആൾക്കാർ വീതമുണ്ട് ഇരിക്കണേ, പൊതിച്ചോറും തിന്നിട്ട്. ഇവര് കുറ്റം പറയല്ല, ഇവര് പോയിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യട്ടെ. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഇവിടെ നല്ല നല്ല സംഭവങ്ങളുണ്ട്. അത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് വരണം. അതിനൊക്കെ നാശാവുന്ന സാധനങ്ങളുണ്ട്. മറ്റന്നാളും അതിന്റെ വിറ്റുന്ന ആൾക്കാർ വന്നിട്ട് കടയിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇവിടുന്ന് മേപ്പാടിക്ക് സാധനം മേടിക്കാൻ വേണ്ടി പോയി എൻ്റെ അടുത്ത് എൻ്റെ ആധാർ കാർഡ്, എൻ്റെ ID കാർഡ്, എൻ്റെ മറ്റേ കാർഡ്, എൻ്റെ മറിച്ചേ കാർഡ് എല്ലാം ചോദിക്കുക. എന്തിനാണിത്? രാത്രി 1:30 മണിക്ക് ജനങ്ങളെ വന്നത് ഒന്നും പറയണ്ട. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ ന്യൂസിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ഡിപ്പാർട്ട്മെന്റ് എന്തില്ല, ഡിപ്പാർട്ട്മെന്റ് ആവശ്യമില്ല. ഒരു പുറകെ പോയിട്ട് അവർക്ക് വേറെ എന്തൊക്കെ പരിപാടിയുണ്ട് ഇവർക്ക്. നാട്ടിൽ വേറെ എവിടെ പോലീസിൽ പോയിട്ട് എല്ലാ പോലീസ് ചൂരവനാണ്. ഇവിടെ വേണ്ട, പോയിക്കോട്ടെ. അല്ല, ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എന്താക്കും? പോലീസിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും. അല്ലാത്തപ്പോ എല്ലാം വെറുതെ വേണ്ട. 2 സൈഡിൽ കൂടി നിങ്ങൾ പോയി നോക്കി. ഇപ്പൊ അവിടുന്ന് ഒരുത്തൻ പറഞ്ഞ കാര്യമാണ്, പാലത്തുമ്പോ കൂടെ VIP അയാൾക്ക് ഉണ്ടാക്കിയതാ പാലത്തുമ്പോ കൂടെ VIP വഹിക്കണത്. ഞാൻ അയാളെ പാർട്ടിക്കാരനാ, അയാളെ ജയിപ്പിച്ച് നാട്ടുകാരാണ്. ഇവിടുന്നാണ് അയാളെ ജയിപ്പിച്ച്. ഞങ്ങളിപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് MLA വേണ്ട, MP വേണ്ട, ഇപ്പം ഇങ്ങോട്ട് വേണ്ട. മേപ്പാടി പോയിട്ട് ക്യാമ്പിലൊക്കെ പോയിട്ട് എന്താക്കി ആൾക്കാരെ നോക്കുക, കാര്യങ്ങൾ ചെയ്യാം. ആ വെള്ള താഴട്ട് വന്നവന്റെ മേത്ത് ചളിയൊക്കെ നോക്കി, ഒരു തുള്ളി ചളിയൊക്കെ നോക്കി നിങ്ങളൊന്ന്. നിങ്ങളെ മേത്തിൽ എന്തെങ്കിലും സാധനം അവരൊക്കെ മേത്തേക്ക് നോക്കി. മാണ്ടപടം നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ മൊത്തം നോക്കി നോക്കി. കുറ്റം പറഞ്ഞിട്ടില്ല, ഇപ്പോഴും കുറ്റം പറയല്ല. ഓലി പോയിട്ട് എന്താക്കട്ടെ. ഈ കട നന്നാക്കണം, 4 ദിവസം കഴിഞ്ഞ് ജനങ്ങൾ ഇറങ്ങാനാണ് കടേന്റെ പിടിക്ക്. ഈ കട നന്നാക്കണം. ഇത് നന്നാക്കാൻ വേണ്ടി വരുന്നോടത്ത് വരണ്ടാന്ന്. ഞങ്ങൾ എവിടേക്കാ പോവാ? മേപ്പാടി 15 കിലോമീറ്റർ പോയി സാധനം മേടിച്ചിട്ട് വരണം, മീൻ ഇറച്ചി മേടിച്ചിട്ട് വരണം. ഇതിനിടയിൽ ചിക്കൻ കട ഉണ്ട്. ഇപ്പൊ ചിക്കൻ മേടിക്കാൻ അവിടെ പോണോ? മേപ്പാടി പോണോ? മീൻ എന്തായാലും കിട്ടൂല. അരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംഘടനക്കാർ പൊതിച്ചോറും സാധനം കൊടുക്കുന്നില്ലേ? എത്ര ദിവസം തരും നിങ്ങൾ? എത്ര ദിവസങ്ങൾ തരും? നിങ്ങൾ വെറുതെ ചോദിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിധി ഉണ്ട്. നിങ്ങളെ പരിധി നിങ്ങൾ പോകില്ലേ? ഞങ്ങൾ എന്താ ചെയ്യേണ്ടി? ഇപ്പൊ എനിക്ക് വരുമാനം വരുന്ന 2-3 സാധനം ഉണ്ട്. റിസോർട്ട് ഉണ്ട്, എൻ്റെ വണ്ടി ഓടുന്നുണ്ട്, നിലച്ചിപ്പത് എൻ്റെ കയ്യിൽ ഒരു 5000-10,000 ഉണ്ട്. ഇത് തീർന്നു കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യേണ്ടി പറഞ്ഞാൽ മതി. എൻ്റെ പൈസ ഇപ്പം എന്താ? ഞാൻ എൻ്റെ പെങ്ങളെ കടയാണ് കാണുന്നത്. ആ കട തുറന്നിട്ടില്ലെങ്കിൽ ഓളെ പോലെ പട്ടിണിയാ. ആ കട വന്നിട്ട് ഇപ്പം തുറന്ന് നന്നാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പറ്റൂല. ഇത് മിലിറ്ററിന് പോലീസിന്റെ കയ്യില. എന്തിനാണ് അത് നന്നാക്കാൻ പാടില്ലാന്ന്? ഞങ്ങൾക്ക് എന്താക്കണം? ഞങ്ങൾക്കും വേണ്ടി ജീവിക്കണ്ടേ? പോയ ആൾക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കും, ഉറപ്പാ. വീടും കൊടുക്കും, സ്ഥലം കൊടുക്കും. ഞങ്ങൾക്ക് എന്താ തരിക? ഞങ്ങൾക്ക് എന്താ കിട്ടുക?
ഞങ്ങളെ വരുമാനം നിലച്ചിക്കണല്ലോ. ഞങ്ങൾക്ക് എന്താ കിട്ടുക? എൻ്റെ പോരെ പോയിട്ടില്ല, വേറെ ഒന്നും പോയിട്ടില്ല. എൻ്റെ കുടുംബത്തിന് 62 ആൾക്കാർ പോയിക്കണേ. 62 ആൾക്കാർ ഒരിക്കൽ വരുമ്പോൾ തന്നെ 2 കുടുംബം എത്ര ആൾക്കാർ പോയിക്കണേ. ഓൽക്കൊക്കെ കിട്ടും, കിട്ടട്ടെ. ഞമ്മക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞമ്മക്ക് എന്തെങ്കിലും വേണ്ടേ? അതുമില്ല. ഒക്കെ എന്താക്കി, എൻ്റെ വാപ്പാക്ക് മീൻ പോകാൻ പറ്റില്ല, എനിക്ക് വണ്ടി മറ്റുള്ള പരിപാടിയില്ല, ഏലവയലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല. എന്നാലും ഏലവയലിലൊക്കെ ഉള്ള ആൾക്കാർ പട്ടിണി ചെയ്യുന്നു. എന്താ സംഘടനക്കാരും ആളുകളൊക്കെ എന്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പ്രളയം ബാധിച്ചിട്ടില്ല, പക്ഷെ ഓൾക്ക് മേപ്പാടി പോകാൻ പാടില്ല, ചൂരമല പോകരുത്, പുറത്തിറങ്ങരുത്, ഞങ്ങൾ അണ്ടറിലാണ്. 1:30-ക്കാണ് ഇത് പൊട്ടിയത്. 1:30-ക്ക് പൊട്ടിയപ്പോൾ 1:45 ഇവിടെ ആളെത്തി. ഏറവേൽ നിന്നൊക്കെ ഇവര് 1:45 എത്തി. പോയി, മന്ത്രിമാര് പോയി. ഇതൊക്കെ ആ ബോഡികൾ മാറ്റി എടുക്കാനുള്ള ബോഡികൾ ഇറ്റാച്ചും ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ കിട്ടുകയാണെങ്കിൽ അതല്ല നോക്കേണ്ടത്. ബാക്കി ഒരു 5 മിനിറ്റ് അവർക്ക് സൈഡാക്കാം, അതാ ചെയ്യേണ്ടത്. ഇപ്പോൾ നാളെ ചൂരമലക്കാരുമ്പോൾ കട ഉണ്ടാവില്ല. സുഖൂന്റെ നല്ല കടയാണ് സുഖൂൻ്റെത്. പൊട്ടിച്ച് വെറുതെ പ്രളയത്തിൽ വീട് പോണെങ്കിൽ എന്താക്കും? നഷ്ടപരിഹാരം ഗവൺമെന്റ് കൊടുക്കും. സുഖൂന് എന്താ കൊടുക്കുക? അയാൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടി? റംസീനാന്റെ കട അങ്ങനെ കിടക്കുന്നത്. റംസീനാന്റെ കടേൻ്റെ ഉള്ളിൽ പൈസയും ഫോണുണ്ട്, എടുക്കാൻ പറ്റില്ല, കട തുറക്കാൻ പാടില്ല. എൻ്റെ പെങ്ങളെ കട ഞാൻ തുറക്കരുത്, എടുക്കരുത്, സാധനം എടുക്കരുത്. ഓൾക്ക് തോന്നി ചെയ്യുക. 4 ദിവസം കഴിഞ്ഞ് വന്നാൽ പ്രളയത്തിൽ വരെ ഉണ്ടാവില്ല. ഇവരെന്താക്കും? പ്രളയം കയറാത്ത സ്ഥലം വരെ നശിപ്പിച്ചിട്ട് എന്താക്കണത്? ഒന്നാമത് പോലീസുകാർ ആവശ്യമില്ല. നമുക്ക് നമ്മളെ ഇവിടെല്ലാം നാട്ടുകാരും നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി വന്ന ഇതേപോലെ സംഘടനക്കാരുണ്ടല്ലോ, ഓലും വന്നാൽ തന്നെ എന്താക്കി മതി, ഇല്ലാതെ വേണ്ട. ഒരു മിനിറ്റ് കുറച്ച് കാര്യം പറയാനുണ്ട്. ഞങ്ങൾ MLA ഉണ്ട്, MLA പറയാലോ. ഇതൊക്കെ നിർത്താൻ പറയും സാർ. इधर का MP है सर, इधर का MP है, इधर का है. 5 मिनट दे दो, 5 मिनट പറഞ്ഞു കൊടുക്കേ. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് എന്താക്കണ്ട, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് പോലീസും ആൾക്കാരും ഇവിടെ വരണ്ട. നിങ്ങൾ MLA യുടെ കാര്യം മറക്കണ്ട. നിങ്ങൾ ജയിപ്പിക്കുന്ന ഇവിടുത്തെ ആൾക്കാരാണ്, നിങ്ങൾ മറക്കാൻ സിദ്ധിയാക്കാം. അല്ല പോയി എന്താ അങ്ങോട്ട് പോയിക്കോളൂ. തടയാൻ എന്താക്കിയാണ് ബാരിക്കേഡിൻ്റെ അവിടെ പോയി തടയുണ്ട്. എല്ലാവരും തടഞ്ഞിട്ട് തന്നെ പോകുള്ളൂ. പട്ടാളം വന്നാലും പറ്റില്ല, വന്നിട്ട് കാര്യമില്ല. നാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. നിൽക്കലെന്തിനു വന്നതിനോടെ ഇവരെന്തിനു വന്ന് കാൽമ ചളിയാക്കാതെ എന്ത് കാണാൻ വേണ്ടി വന്നിക്കണി? മാന്താനും ഇതിന് വന്ന ആൾക്കാർ